കുഴപ്പമില്ല, പക്ഷെ ആക്ഷൻ ഉണ്ടായി. മുട്ടയൊക്കെ വെള്ളം പിടികൂടാ. മുട്ടേലി നമുക്ക് ഇവിടെ നമ്മൾ ഉള്ളിലോട്ടായതുകൊണ്ട് ഇത്രയും മഴ നമുക്ക് അറിയാൻ പറ്റണില്ല. പക്ഷെ വീട്ടിലൊക്കെ ആണെങ്കിൽ അവിടെ ഭയങ്കര മഴയായിരിക്കും, ഭയങ്കര കാറ്റായിരിക്കും. ഇവിടെ നല്ല ഒരു വാഴയൊക്കെ പോയിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കളിക്കാൻ പാടില്ല. ഇല്ലേ കണ്ടാ മഴയത്തിലെ സ്കൂട്ടറിൽ തള്ളിക്കൊണ്ട് പോകണം മഞ്ഞ കോട്ടിട്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് കണിയാന്തോട്. ഈ കണിയാന്തോടിനൊരു ഐതിഹ്യമുണ്ട്. ഈ കണിയാന്തോടിൻ്റെ അവിടെ വെച്ചൊരു പെണ്ണ് അവരുടെ ചാടി മരിച്ചായിരുന്നു. അതിൽ പിന്നെ അതിൻ്റെ പ്രേതം ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ എപ്പോഴും ഉണ്ട്. എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് ശരിക്കും കേട്ടിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ പോകുന്നത് നാനാടത്ത് ബീഫിൻ്റെ കടയിലേക്കാണ്. കുറച്ച് ബീഫ് മേടിക്കാൻ വേണ്ടിയിട്ട്. അമ്മച്ചിക്കൊന്നൊരു പണിയില്ലാഞ്ഞിട്ട് റോട്ടിൽ വന്ന് നിൽക്കുകയാണെന്ന് ഓർത്തു കൊടുത്തു. മുട്ടിന് വണ്ടി ഇങ്ങനെ കൂടി കിടക്കുകയാണ്. അത് ഏത് വണ്ടി ആദ്യം ഫ്രണ്ടേ പോയത്? ബാസനം അല്ല, ഇടത്തിൽ വണ്ടി വന്ന് എല്ലാ വണ്ടിയും ബ്ലോക്ക് ആക്കി വെച്ചു. ഇതാണ് ഉദയനാപുരം അമ്പലം. പണ്ട് ഞാൻ ഈ ആർച്ച് നോക്കിയാണ് എൻ്റെ അമ്മയുടെ വീട് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഇടത്തിൽ വണ്ടി എല്ലാവരും ബ്ലോക്ക് ചെയ്ത് ആക്കിയിടാൻ വേണ്ടിയിട്ട് പതിയാണ് പോകുന്നത്. ഇത് ബിനീഷ് കട. ഈ കടയിൽ തുണിക്കൊക്കെ വളരെ വിലക്കുറവാണ്. ഞാൻ നല്ലത് മാത്രമേ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. ഇതാണ് നാനാടത്ത് ഇറച്ചിക്കട. പിന്നെ നാനാട മാർക്കറ്റാണിത്. ഫ്രഷ് ഫാം ഇറച്ചി കോഴികൾ. കിച്ചൺ റൈസേഴ്സിന്റെ സാധനവും കിട്ടും ഇവിടുന്ന്. അയ്യോ, ഇവിടെ പട്ടീനെ മാത്രമേ കണ്ടുള്ളല്ലോ. പണ്ട് നമ്മളെ എവിടെ നോക്കിയാലും ഇതുപോലത്തെ കടകളായിരുന്നു. ഇത് കണ്ട ഇങ്ങനെ ഈ പലക തട്ട് മാറ്റി അവർ തുറന്നു കാണായിരുന്നു. പക്ഷേ ഇതിനകത്തൊന്നും ഇപ്പം ആരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഇട കണ്ടോ, അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നമുക്ക് കയറാനൊക്കെ പറ്റും. പക്ഷേ ഇല്ല, ഇപ്പം ആരും ഇല്ല. ഇനിയിപ്പോൾ നാളെ ഇതിൻ്റെ ഇടവഴി ആരെങ്കിലും കയറി കഴിഞ്ഞാൽ ഞാനാണെന്ന് പറഞ്ഞ് എല്ലാവരും വീരും. ഞാനടുത്ത് ഏത് സമയത്തും ബീഫ് കിട്ടുമെന്നും പറഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാണ്. പക്ഷെ അവിടെ ഇല്ല, വെറുതെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ബീഫിന് വന്നിട്ട് നമുക്ക് കിട്ടിയില്ല. പിന്നെ 40 രൂപയുടെ മാമിപ്പോക്ക പാൻസ് വാങ്ങിച്ചു. കുന്നത്ത് അമ്പലമാണ്, പിതൃകുന്നത്ത് അമ്പലം. നമുക്ക് എല്ലാ ദിവസവും ഇവിടെ ബലി ഇടാനായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ബലി ഇടേണ്ടവ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ തന്നെ ഇടാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇതാണ് കൊച്ചു ഭഗവതിയുടെ ടെമ്പിള്. അപ്പോൾ ഇതിന്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇടുന്നതായിരിക്കും. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടേച്ചതായിരുന്നു. പക്ഷെ അതിപ്പോൾ അടച്ചുപോയി, പെട്ടെന്ന് തന്നെ മുട്ടക്കാന്തരി പോയി. ഇത് അമ്മേനാരായണ ബസ്, ഒരുപാട് വർഷമായ ബസ്സാണ്. അലിയാറ് കണ്ട് അപ്പൊ തരയിലപ്പറമ്പില് പോയില്ല നമ്മള് നേരെ വൈക്കത്തേക്ക് വന്നു, കോൾഡ് സ്റ്റോറേജിലേക്ക്.
എന്റെ ഫ്രണ്ടിന്റെ ചേച്ചിയമ്മയുടെ കടയായിരുന്നു. പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നേ. ഇത് ഹോമിയോപ്പതിയാണ്, ശ്രീകുമാർ ഡോക്ടറിന്റെ ഹോമിയോപ്പതിയാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെയാണ് സ്ഥിരം കാണിക്കുന്നത്. നല്ല ഡോക്ടറാണ്. നിങ്ങളുടെ കുട്ടികളെയൊക്കെ കാണിക്കേണ്ടവരെല്ലാരും അവിടെ വന്ന് കാണിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പോത്തുണ്ടേ ബീഫ് ചോദിച്ച് നടക്കിയിരുന്നു. പോത്തില്ല നിൽക്കണം. തുടങ്ങിയ അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കോൾഡ് സ്റ്റോറേജിൽ നിന്ന് ഇത് കിട്ടിയിരിക്കുന്നത്. ബീഫാണോ പശുവാണോ എന്നൊന്നും ശരിക്കും നമുക്ക് അറിയത്തില്ല. വൈറ്റ് നെയ്യുള്ളത് പശുവും മഞ്ഞ നെയ്യുള്ളത് പോത്തുവാന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ഇത് നമുക്ക് തുറന്ന് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചിടണം. ഫുൾ ഐസ് കട്ടയാണ്. പീസ് ചെയ്താലേ വന്നേക്കണേ. കൈക്ക് നല്ല സുഖമുണ്ട്. ഇത് മുറിച്ചാണ് തന്നേക്കണത്. അതേതായാലും നന്നായില്ല. പിന്നെ ഞാനിത് മുറിക്കാനിരിക്കണ്ടേ. കുറച്ച് നേരം വെച്ച് കിടക്കട്ടെ. ഇത് കുറച്ച് റോസ്റ്റ് ആയിട്ടും കുറച്ച് ബീഫ് കറിയായിട്ടും വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ ഞാൻ 3 സവോള, 1 ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളിയും വേപ്പിലയും ഉരുളക്കിഴങ്ങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് കൂടുതലെടുക്കും. ഈ മൈഗ്രൈൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് സവോള അരിയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ വെജിറ്റബിൾ കട്ട സവോള അരിയുന്നുണ്ട്. ഐസ് വിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് കുറച്ച് നേരമായി. ഇതുവരെ വിട്ട് കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ ഇട്ടേക്കുവാണ്. ഇടയ്ക്ക് ഇങ്ങനെ കറക്കി കഴിയുമ്പോഴേക്കും ഐസ് വിട്ട് കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് ഫസ്റ്റില് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു. പെരിഞ്ചീരകം പൊടിച്ചതാണിത്, അത് കുറച്ചിട്ടു. ആവശ്യത്തിന് കുരുമുളക് പൊടി, മസാലക്കൂട്ട്, ഇതാണ് ഇവിടുത്തെ ഉപ്പ് പരങ്ങി. ഉപ്പ് കൈകൊണ്ടിട്ടാലേ അതെങ്ങനെയാന്ന് മനസ്സിലാവുള്ളൂ. മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഒരുപാട് സമയമായതുകൊണ്ട് നമ്മൾ ബീഫ് കറി മാത്രമേ വെക്കുന്നുള്ളൂ. റോസ്റ്റിന്റെ ഇത് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഇതിലേക്ക് കഴുകിയ ഇറച്ചി കഷ്ണങ്ങൾ ഇടുക. എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഡിഷ് ആണ്. ആറ് വിസിൽ കയറ്റി കഴിയുമ്പോൾ ഉരുളക്കിഴങ്ങ് ഇടണം. ചൂട് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അരമുള്ളിയത് അരമുള്ളിയത് അയ്യേ സ്പീഡാ ചിരിച്ചിട്ട് വെക്കുക. ഗ്യാസ് കത്തിക്കുക. പിന്നെ വെക്കട്ടെ. ഇപ്പോഴത്തെ ഒരു കാർട്ടൂണില്ലേ ചേട്ടാ, എന്ത് പറ്റി ചേട്ടാ? മത്തപ്പെണ്ണെ, അത് എനിക്കൊന്നും പറ്റിയില്ല. മത്തപ്പെണ്ണെ ഇവിടെ മത്തപ്പെണ്ണെ അല്ല, ഇവിടെ ചക്കമണിക്കുട്ടി 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 എടിയേ
എന്നാ പേപ്പർ വായിക്കേ. എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ മതി. അപ്പളൊക്കെ വാട്ടാൻ നിൽക്കണ്ട, അതൊക്കെ വലിയ ഓവർ ടൈമാണ്, വേസ്റ്റ് ടൈമാണ് കേട്ടോ. ഇതിലേക്ക് മുളക് പൊടി, മീറ്റ് മസാല, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, അതെല്ലാം നമുക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ളപ്പോൾ എടുക്കാം. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാം. ഇളക്ക് 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 ഇളക്ക്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇളക്കാനൊക്കെ. നന്നായിട്ട് മൂപ്പിക്കണം. ഇത് കറുവപ്പട്ടയുടെ ഇലയാണ്, അപ്പോൾ അതും കൂടി കീറിയിട്ട് ഇടാം. നല്ലതാണല്ലോ. കിട്ടണം. ഇനി ഇത് നല്ല കറുപ്പാകുന്നത് വരെ ചിക്കി കൊടുക്കാം. ഇത് നമ്മളുണ്ടാക്കണ ഒരു സ്റ്റൈലല്ലേ ഇത്. വെള്ളം ഒഴിക്കാൻ പോട്ടെ. എന്താണ് ഉമ്മടി വെച്ചേ അങ്ങോട്ട്. ഈ പാത്രം മറ്റേ പാത്രം സബോള കൂടെ എടുക്കായിരുന്നല്ലേ, പച്ച സബോള. ഏതോ ഒരു പെരിഞ്ചീരക ഏതാണ്ട് ഒന്നും കൂടുതലുണ്ട്. കുഴപ്പമില്ല.